ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു വന്നിട്ട് അയാൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടെല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ മെസ്സേജ് എല്ലാം പോസ് ചെയ്തിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പം അതിൻ്റെ അകത്ത് അയാളോട് ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറയുന്നുണ്ട്. ഞാൻ ഷോർട്സ് എടുക്കാൻ നോക്കി, പക്ഷേ അതിൻ്റെ അകത്ത് എന്തായാലും ഒതുങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിൽ ലോങ് വീഡിയോ ആയിട്ടിടുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് പോസ് ചെയ്ത് അയച്ചു നോക്കാം. അതിൻ്റെ അകത്ത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഒരു റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ തന്നെ എഴുത്തെല്ലാം ഞാൻ എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ പറഞ്ഞതെല്ലാം വെച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ അയാളെ ഞാൻ കുറേ സമാധാനിപ്പിക്കാനെല്ലാം നോക്കിയിട്ടുണ്ട്. അതിൻ്റെ സംഭവങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അയാളോട് വീഡിയോ കോൾ ചെയ്യാൻ പറയുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഭയങ്കര ഇമോഷണലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് അവർ ടൈപ്പ് ചെയ്യുമ്പോഴായാലും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴായാലും ഈ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒരു കാര്യങ്ങൾ നമുക്ക് മര്യാദയ്ക്ക് കൺവേ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടാകും. നമ്മൾ അയക്കുന്ന പോലെയല്ല അവർ വായിക്കുക. അവർ അയക്കുന്നത് അവരെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ജസ്റ്റ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് വേറെ കാര്യങ്ങളെല്ലാം സംസാരിക്കാം. അതായത് നമ്മൾ ഈ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അത് ഒരാളോട് പറഞ്ഞതിനെ കൊണ്ട് നമ്മളെ വിഷമം എന്തായാലും മാറാൻ പോകുന്നില്ല. നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ വിഷമം മറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആവേണ്ടത്. ഒരാളോട് സംസാരിക്കുമ്പോൾ ആയാലും നമ്മൾ അവരെ വിഷമം പറഞ്ഞാൽ അത് മാറും എന്നുള്ള നമ്മളെ വെറും തെറ്റിദ്ധാരണ മാത്രം. നമ്മളെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പം കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ കുറേ ആൾക്കാരിലേക്ക് ഈ സംഭവം എത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ മെസ്സേജ് അയച്ചതിനെ കൊണ്ട് ഒരു പ്രശ്നം മാറാൻ പോകുന്നില്ല എന്നുള്ള സംഭവം എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ ആ പോസ്റ്റ് എഴുതിയിട്ടത്. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് കേൾക്കാനൊരാളില്ല എന്ന് പറയുന്നതാണ് ഒരാളെ ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ കേൾക്കുന്നയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഞാൻ കുറേ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇവരാരും കൂടെ ഉണ്ടാകണമെന്നില്ല. അതായത് ഇങ്ങോട്ടേക്ക് വരുന്നവരെല്ലാം മൈൻഡ് ഓക്കെ അല്ലാണ്ടാണ് വരുന്നത്, മൈൻഡ് ഡൗൺ ആയവരാണ് വരുന്നത്. അവർ നമ്മളോട് വന്ന് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരോട് അടുക്കും. അതായത് അവർ ഓക്കെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് അടുക്കും. അതിന് ശേഷം അവർക്ക് നമ്മളെ സമയം അവർക്ക് വേണ്ടി കൊടുത്തതാണ്. അതവർ മനസ്സിലാക്കില്ല. പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സമയത്ത് അവർക്ക് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ബിസി ആയിരിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ടേക്ക് ഇമോഷണലി ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ പറയുന്നതെല്ലാം കുറച്ചും കൂടി വലിയ ലെവൽ കാര്യങ്ങളായതുകൊണ്ട് ഇവർക്ക് വല്ലാണ്ട് വിഷമമാവും. അതുകൊണ്ട് ഞാനൊന്നും പറയാനും പോക്കില്ല. അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോരുത്തർ വിഷമം പറഞ്ഞ് വരുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മിണ്ടാനൊരു ഭയം അനുഭവപ്പെടാറുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അവർ ഓക്കെ ആണെന്ന് വെച്ചിട്ട് കുറേ സംസാരിച്ച് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ടെല്ലാം പറഞ്ഞ് എല്ലാം സെറ്റായി അവർ ആ സമയത്ത് മാത്രം അവർ ടെമ്പററി ആയിട്ട് ഓക്കെ ആവും. ആ സമയത്ത് ടെമ്പററി ആയിട്ട് അവർ ഓക്കെ ആവും. പിന്നെ കുറേ കഴിയുന്ന സമയത്ത് ഇവരാദ്യം ആ ഇതിലേക്ക് തന്നെ പോകും. അതല്ല ഇയാൾ അയക്കുന്ന സമയത്ത് എനിക്ക് അത് ഫീൽ ചെയ്ത് ഞാൻ അയാളോട് ആദ്യം തന്നെ പറഞ്ഞു, ഞാനിപ്പോൾ പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല, നിങ്ങൾ ആദ്യം അയാളിലേക്ക് തന്നെ പോകുന്നുള്ള കാര്യത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് പ്രോബ്ലം. അങ്ങനെ അയാളിനി മറ്റാളിലേക്ക് പോകില്ല എന്നെല്ലാം പറഞ്ഞു ഓക്കെ ആയിട്ടല്ല പോയിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനെല്ലാം ശരിക്കും പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഞാനിപ്പോൾ നല്ല പൈസക്കാരനായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ എനിക്ക് ഈ ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല. അവർക്ക് സംസാരിക്കാൻ തോന്നുന്ന സമയത്ത് അവർ ജസ്റ്റ് ഇത്ര പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് എന്നോട് സംസാരിക്കാൻ വരുന്നതാണെങ്കിൽ ഞാൻ കേൾക്കും. അവരോട് പറയേണ്ട കാര്യങ്ങൾ അന്നേരം പറയും. അന്നേരം അവർ ഓക്കെ ആവും, അവർ പോവും. പിന്നെ ആദ്യം അവർക്ക് വരുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ പൈസ ഇട്ടിട്ട് വരാം, കേൾക്കാം, പോകാം. ശരിക്കും പറഞ്ഞാൽ ഓരോ സമയത്തെ നമ്മളെ പ്രശ്നം നമ്മളെ വല്ലാണ്ട് ഇതാക്കുന്നത്. അതായത് ഇപ്പം എനിക്ക് ഒരാൾ എൻ്റെ മൈൻഡിലുണ്ടെങ്കിൽ അയാളോട് മിണ്ടാൻ പറ്റാണ്ട് അയാളെ മിസ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഭയങ്കര പ്രശ്നമുണ്ടാകും. ആ സമയത്ത് നമ്മൾ ഒരാളെ വിളിച്ച് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഓക്കെ ആവും. പിന്നെ ആദ്യം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് പിന്നെയും വന്നാൽ മതി. അങ്ങനത്തെ കുറേ ഇതുണ്ട്. എന്ന് വെച്ചാൽ പൈസ എന്ന് പറഞ്ഞ് ഞാൻ ഇതാക്കി പറയുന്നതല്ലെന്ന്, ഇത് നമ്മളെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്. ഞാൻ കുറേ സമയം എൻ്റെ BEd പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ ആൾക്ക് വേണ്ടിയിട്ടെല്ലാം കളഞ്ഞിട്ടുണ്ട്. അവരൊന്നും ഇപ്പം എൻ്റെ ലൈഫിലേ ഇല്ല. ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് ദിസ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, ചേട്ടാ.